ഒരു ഗ്യാങ് ന്യൂക്ലിയർ റിയാക്ഷനിൽ എഫക്റ്റ് ആയി നിരോധിക്കപ്പെട്ട ഒരു ഏരിയയിലേക്ക് വരുന്നു. അവരെ കൂട്ടിക്കൊണ്ടുപോയ ഗൈഡ് വെറുതെ ഇരിക്കാതെ വെള്ളത്തിൽ കൈയിടുന്നു. എന്നിട്ടെന്തോ കടിച്ചതുപോലെ നിലവിളിക്കുന്നു. അത് കണ്ട് എല്ലാവരും പേടിക്കുന്നു. അതിനുശേഷം ഞാൻ കളിപ്പിച്ചതാണെന്ന് പറഞ്ഞ് അയാൾ അവരെയും കൂട്ടി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ റിയലായി എന്തോ ഒരു കാര്യം കാണുന്നു. പക്ഷെ കൂടെ വന്നവർ അയാൾ എന്തോ തമാശ കാണിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നോക്കുമ്പോൾ വ്യത്യസ്തമായ രൂപത്തിലുള്ള ഒരു മീൻ കിടക്കുന്നത് കണ്ട് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അതിനെ തൊട്ടു നോക്കുന്നു. അത് ചെറുതായി ഒന്ന് അനങ്ങിയതും എല്ലാവരും അവിടെ നിന്ന് പേടിച്ച് തിരിച്ചു പോകുന്നു. പോകുന്ന വഴി ആ നാട്ടിലെ ബിൽഡിംഗ്സ് എല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. കാരണം 25 വർഷത്തിന് മുൻപ് നടന്ന അപകടത്തിൽ റേഡിയേഷൻ എഫക്ട് ഉണ്ടായതും എല്ലാവരും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. പക്ഷെ ഇപ്പോഴും ആ സ്ഥലത്ത് റേഡിയേഷൻ ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഗൈഡ് കയ്യിലൊരു മീറ്റർ വെച്ച് ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ എവിടെയാണോ റേഡിയേഷൻ കുറവുള്ളത് ആ സ്ഥലത്തേക്കെല്ലാം അവരെ കൂട്ടിക്കൊണ്ടുപോയി കാണിക്കുന്നു. പക്ഷെ ഇന്ന് ഗൈഡിന് കാണുന്നതെല്ലാം അബ്നോർമൽ ആയി തോന്നുന്നു. അവിടെ നിന്നാണ് പ്രശ്നം സ്റ്റാർട്ട് ആവുന്നത്. ഇവർ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വന്ന് ഫോട്ടോ എടുത്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അകത്തു നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. അതെന്താണെന്ന് നോക്കാനായി സാവധാനം അകത്തേക്ക് കയറുന്നു. പെട്ടെന്ന് അകത്തു നിന്ന് ഒരു കരടി പുറത്തേക്ക് വരുന്നു. അതിനെ കാണാൻ സാധാരണ ഒരു കരടി പോലെ അല്ലാതെ വലിയ സൈസ് ആയിരിക്കുന്നു. പക്ഷെ ഭാഗ്യത്തിന് അതുവരെ ഒന്നും ചെയ്യാതെ പോകുന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലെന്ന് പറഞ്ഞ് അവർ വാനിലേക്ക് വരുന്നു. വാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ട് ആവുന്നില്ല. എന്താണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്തെ വയറെല്ലാം ആരോ വലിച്ചു പൊട്ടിച്ചിരിക്കുന്നു. അവിടെ ഇവരല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണത് സംഭവിച്ചതെന്ന് ഓർത്ത് എല്ലാവരും പേടിക്കുന്നു. അടുത്ത കുറച്ചു സമയത്തിൽ തന്നെ ഇരുട്ടാൻ തുടങ്ങുന്നു. ആ ഇരുട്ടിൽ പേടി കാരണം ഓരോരുത്തരും മാറി മാറി കുറ്റം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. ഗൈഡ് വയർലെസ്സിലൂടെ ആരെങ്കിലും സഹായത്തിന് കിട്ടുമോ എന്ന് ട്രൈ ചെയ്യുന്നു. പക്ഷേ റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ പുറത്തൊരു കൊച്ചുകുഞ്ഞു കരയുന്ന ശബ്ദം കേൾക്കുന്നു. ഇവിടെ എങ്ങനെയാണ് ഒരു കുഞ്ഞു വരുന്നതെന്ന് ഓർത്ത് എല്ലാവരും പേടിക്കുന്നു. അപ്പോൾ ഗൈഡും മറ്റൊരാളും ധൈര്യപൂർവ്വം അത് എന്ത് ശബ്ദമാണെന്ന് നോക്കാനായി പോകുന്നു. അവസാനം നോക്കുമ്പോൾ ആ റേഡിയേഷൻ എഫക്ട് ചെയ്ത മനുഷ്യർ മൃഗങ്ങളെ പോലെ മാറിയിരിക്കുന്നു. അവർ ആ ഗ്യാങ്ങിലെ എല്ലാവരെയും ഇല്ലാതാക്കുന്നു.